Hello, dear students and my dear friends. We completed 3 tenses till now. Present simple, present continuous, present perfect. നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്ട്രാക്ഷൻസ് എല്ലാം എടുത്തുകൊണ്ടാണ് പല ട്യൂട്ടോറിയലുകളിലും കോളേജുകളിലൊക്കെ വെച്ച് എടുക്കുന്നുണ്ട് തന്നെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നന്നായാൽ എക്കോ പ്രോബ്ലംസ് അങ്ങനെ എല്ലാം ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. കമൻറ്റിൽ ഞാൻ കാണാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിൽ പരിഹരിക്കപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റ് സ്ഥാപനങ്ങളൊക്കെ ആയാലും പല സ്ഥാപനങ്ങളിൽ വെച്ച് എടുക്കുന്നുണ്ട് തന്നെ പുറത്ത് ഔട്ട്സൈഡ് ഡിസ്ട്രാക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില ക്ലാരിറ്റി കുറവുകളുണ്ട്. എനിക്കറിയാം ലാസ്റ്റ് എടുത്ത ക്ലാസ്സിൽ ഒരു എക്കോ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അതൊരു എന്താ പറയുക, ഒരു അടഞ്ഞ മുറിയാവേണ്ട തന്നെ ഒരു എക്കോ പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രസന്റ് പെർഫെക്റ്റിലായിരുന്നു. എനിക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ക്ലിയർ ആയിട്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു, സിമ്പിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞു ആൻ ആക്ഷൻ ഡസ്, ഒരു പ്രവൃത്തി നടക്കുന്നു. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് എസ് ഓർ ഇ എസ് ഓർ ബേസ് ഓർ പ്ലസ് ഒബ്ജക്ട്. അതിന്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് ആക്ഷൻ ഈസ് കണ്ടിന്യൂയിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് എന്നുള്ളതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രവൃത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ ഫോർമാറ്റ് പറഞ്ഞു സബ്ജക്ട് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ഓർ പ്ലസ് ING പ്ലസ് ഒബ്ജക്ട്. എന്നിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുള്ളത്. ഈ ക്ലാസ് കാണുമ്പോൾ അത് ക്ലിയർ ആവും. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആൻ ആക്ഷൻ കംപ്ലീറ്റഡ്, ആൻ ആക്ഷൻ ഹാസ് കംപ്ലീറ്റഡ് ജസ്റ്റ്. ഒരു പ്രവൃത്തി ഇപ്പം നടന്നിട്ടുണ്ട്. ആൻ ആക്ഷൻ ഹാസ് കംപ്ലീറ്റഡ് ജസ്റ്റ്, ഇപ്പം നടന്നിട്ടുണ്ട് എന്ന് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടോ പെർഫെക്റ്റ് ആയി. പ്രസന്റ് പെർഫെക്റ്റ് അതിന് നമുക്കറിയാം ജസ്റ്റ്, നൗ, ജസ്റ്റ് അങ്ങനെയുള്ള വേർഡ്സ് കാണും പ്രസന്റ് പെർഫെക്റ്റിന്. ഓക്കെ വെച്ചോ, ജസ്റ്റ്, ജസ്റ്റ് നൗ. നൗ അല്ല, നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ജസ്റ്റ് നൗ ഐ ഹാഡ് ഡൺ മൈ ഹോംവർക്ക് ജസ്റ്റ് നൗ, ഞാൻ ഇപ്പൊ കഴിഞ്ഞതിനുള്ള എന്റെ ഹോംവർക്ക്. ഓർ ജസ്റ്റ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് ജസ്റ്റ്, ജസ്റ്റ് നൗ, ടുഡേ അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് എന്തിൽ ഉപയോഗിക്കും? പ്രസന്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കും. അപ്പം അത് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ക്ലിയർ ആണെന്ന് എനിക്കറിയാം. ആ ഒരു എക്കോ, ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ജസ്റ്റ്, ഒരു പ്രവർത്തനം ഇപ്പം നടന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫോമുലൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ കഴിഞ്ഞ ക്ലാസ്സിലെ ഫോമാറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസും ഒക്കെ തന്നു. അത് ക്ലാസ് നോക്കുക, ക്ലിയർ ആകും. ഓക്കെ, ആ എക്കോ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഒന്നും കൂടെ ഇത് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ഫോർത്ത് ഇൻ പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് ടെൻസിന്റെ ഫോർത്ത് വൺ ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. നാലാമത്തതാണ് പ്രസന്റ് ടെൻസിന്റെ നാലാമത്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓർഡറിൽ നമ്മൾ പഠിച്ചു വന്നത് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സോ ഫസ്റ്റ് തിങ് യു ഹാവ് ടു സ്റ്റഡി വാട്ട് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ശ്രദ്ധിച്ചു കേൾക്കാം. ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഏർലി, കണ്ടോ, പെർഫെക്റ്റ്, started early and continuing now. An action started early and continuing now. ഒരു പ്രവൃത്തി നേരത്തെ തുടങ്ങി ഇപ്പോഴും തുടരുകയാണെങ്കിൽ, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്തിൽ വേണം നമ്മൾ പഠിക്കുക? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് ആണെങ്കിൽ V3 ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പെർഫെക്റ്റ് ആണെങ്കിൽ V3 പോലെ തന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ ING ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പെർഫെക്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും V3 കാണും. കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും ING കാണും. അപ്പൊ രണ്ടും ഇതിനകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. An action started early and continuing now. അപ്പൊ ഒരു പ്രവൃത്തി നേരത്തെ തുടങ്ങി ഇപ്പോഴും തുടരുകയാണെങ്കിലാണ് എന്ത് പറയുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ക്ലിയർ ആയോ? സോ വാട്ട് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നൊരു ചോദ്യം വന്നാൽ പറയുക an action started early and continuing now. That is present perfect continuous. അതിന്റെ ഫോർമാറ്റ് വേറെ ഒന്നുമല്ല, നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് has or have plus be plus verb plus ING plus object. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പെർഫെക്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് V3 കാണുമെന്ന് ഞാൻ പറഞ്ഞു. കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ ING ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ V3 ആണ് ബി, അതായത് ആം, ഈസ്, ആർ. ഇത് V1 ആണ്. ഇതിന്റെ V2 ആണ് was, were. ഇതിന്റെ V3 ആണ് being. കണ്ടോ,
ആമീസ് ആർ V1, ഇത് V2 ആണ് വാസ് ഓർ വെയർ, ഇത് V3 ആണ് ബി. അപ്പൊ V3 ഉണ്ട് പെർഫെക്റ്റ് V3. കണ്ടിന്യൂസ് V1 പ്ലസ് ING, കണ്ടിന്യൂസ് ആകുമ്പോൾ ING ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് V3 ഉണ്ടാകും. അതുപോലെ തന്നെ ING ഫോമും ഉണ്ടാകും. കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ വെർബിന്റെ ING ആയിരിക്കും, V4 ആയിരിക്കും, വെർബ് പ്ലസ് ING ആയിരിക്കും. ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോമാറ്റ് ആണ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാം. പക്ഷെ എന്നാലും ഔട്ട്സൈഡ് സൗണ്ട് നോയിസ് പൊല്യൂഷൻ ഒരുപാടുണ്ട്. കാരണം നമുക്കറിയാം നമുക്ക് അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു പ്ലേസ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്താൽ മതി. മാത്രമല്ല ഞാൻ മാക്സിമം സൗണ്ട് എടുത്ത് കഴിഞ്ഞ ക്ലാസ്സുകൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ ക്ലാരിറ്റി ചെയ്ത് തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പോകും. അതുകൊണ്ട് ഒരു ഡൗട്ടും വേണ്ട. ഇത് ക്ലിയർ ആയാലും എന്താണെന്നുള്ളത് ഇതിന്റെ ഫോമാറ്റ് ഫോമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ സൗണ്ടുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി പറയുക, ഞാനത് പരിഹരിക്കാൻ നോക്കാം. എന്നാലും ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്, ഞാൻ ചെക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് ഇതിനൊരു എക്സാമ്പിൾ വേണം. ഓക്കെ, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അല്ലാതെ തന്നെ പറയാം, അറിയാലോ നിങ്ങൾക്ക് ഹാസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഹാവ് എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. പൊസിഷനെ കാണിക്കുന്ന രണ്ട് ഓക്സിലറി വെർബ്സ് ആണ് ഹാസും ഹാവ്. അപ്പം ഹാസ് എന്ന് പറയുന്നത് സിംഗുലറിലൂടെയും ഹാവ് പ്ലൂറലിലൂടെയാണ്, അതിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ. അപ്പം ഹാസ് ബീൻ സിംഗുലറിലൂടെ, ഹാവ് ബീൻ പ്ലൂറലിലൂടെ. അതാണ് ഞാൻ മോഹൻലാൽ ഹാസ് ബീൻ എഴുതിയത്. മോഹൻലാൽ സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഏകവചന സബ്ജക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ എടുത്ത് നോക്കിയാൽ മതി ക്ലാസ്. Mr. Mohanlal has been, sentence നോക്കുക. Mr. Mohanlal has been acting in Malayalam film for 46 years. So ഈ sentence നോക്കുക. Has been, okay, Mohanlal subject ഉണ്ട്, has ഉണ്ട്, has or have. Subject plural ആണെങ്കിൽ have been വരും. Subject singular ആയിട്ടാണ് has been. കണ്ടോ, been ഉണ്ട്. Act എന്ന് പറയുന്ന verb plus ing, acting in Malayalam film, ബാക്കി others. Malayalam film for 46 years. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ സെന്റൻസിന്റെ അർത്ഥം എന്താണ്? ഇത് എന്ത് ടെൻസിലാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് മിസ്റ്റർ മോഹൻലാൽ ഹാസ് ബീൻ ആക്ടിംഗ് ഇൻ മലയാളം ഫിലിം ഫോർ 46 ഇയേഴ്സ്. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, 46 വർഷമായി മോഹൻലാൽ മലയാള സിനിമയിൽ അഭിനയിച്ചു കൊണ്ടേയിരിക്കുന്നു. അതായത് മോഹൻലാൽ ഈ വേർബിലെ V1 ആക്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു വേർബ് V4 ആണ്, അറിയാലോ, അത് തുടങ്ങി. ആ ആക്ടിംഗ് അഭിനയം തുടങ്ങി എപ്പോഴാ? വളരെ പണ്ട്. ആക്ഷൻ സ്റ്റാർട്ടഡ് ഏർലി. മോഹൻലാൽ അഭിനയം വളരെ പണ്ടേ തുടങ്ങിയതാ, പക്ഷെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രവൃത്തി നേരത്തെ തുടങ്ങി, ഇപ്പോഴും തുടങ്ങും. മലയാള സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച് തുടങ്ങി, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഏർലി ആൻഡ് കണ്ടിന്യൂയിങ് നൗ. ക്ലിയർ കട്ടായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൃത്യമായി നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട ഒരു വട്ടം മനസ്സിലായെങ്കിൽ അടുത്ത വട്ടം ഒന്നുകൂടെ കാണുക. ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ ക്ലിയർ ആവും എന്താണെന്ന്. അപ്പോൾ ഒരു പ്രവൃത്തി നേരത്തെ തുടങ്ങി, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആണോ, ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മോഹൻലാൽ മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലാവും? ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. ആക്ഷൻ സ്റ്റാർട്ടഡ് ഏർലി ആൻഡ് കണ്ടിന്യൂയിങ് നൗ. അഭിനയം എന്ന് പറയുന്ന പ്രവൃത്തി നേരത്തെ തുടങ്ങി, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മാത്രമേ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാവൂ. ഇവിടെ 4 ഉപയോഗിച്ച് നിങ്ങൾക്ക് സംശയം വരും, 46 വർഷമായി എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇനി ഇതേ സെന്റൻസ് തന്നെ വേറെ രീതിയിൽ ഞാൻ എഴുതുകയാണ്. അടുത്ത സെന്റൻസ് നോക്കി. മിസ്റ്റർ മോഹൻലാൽ ഹാസ് ബീൻ ആക്ടിംഗ് ഇൻ മലയാളം ഫിലിം സിൻസ് 1978. ഇതിന്റെ അർത്ഥം എന്താ? ഇവിടെ സിൻസും ഇവിടെ ഫോറും ആണ്. അപ്പം സിൻസും ഫോറും ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്ത് എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കി കഴിഞ്ഞാൽ, ആദ്യത്തെ അർത്ഥം 46 വർഷമായി മോഹൻലാൽ മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തേലോ 1978 മുതൽ സിൻസ്. അപ്പൊ 1978 മുതൽ മോഹൻലാൽ എന്ത് ചെയ്തിരിക്കുകയാണ്? മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് അർത്ഥം. ഇവിടെ ഒരിടത്ത് 4 ഒരിടത്ത് സിൻസും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി സിൻസും 4 എവിടെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ മുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞുതരാം. അത് പ്രത്യേകം ഈ സിൻസ് കൂടുതലും
ഒറ്റ എന്താ പറയാ, ഈ പ്രസന്റ് പെർഫെക്റ്റിന് ഉറപ്പായിട്ട് ഉപയോഗിക്കും, സിൻസ് ഉപയോഗിക്കും മിക്ക സ്ഥലങ്ങൾ. കൂടുതൽ വേറെ മറ്റ് പ്രസന്റ് കണ്ടിന്യൂസിലോ പാസ്റ്റ് കണ്ടിന്യൂസിലോ ഒന്നും ഉപയോഗിക്കത്തില്ല. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്നിലെ സിൻസ് ഉപയോഗിക്കുമോ, അത് ഉറപ്പാണ്. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് ടൈം ആണ്. പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് സിൻസ്. പോയിന്റ് ഓഫ് ടൈം ഇവിടെ പറയുന്നുണ്ട്, ഇത് 1978 എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് സിൻസ്. ക്ലിയർ ആണോ? അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ 8 PM ലാസ്റ്റ് ഡേ 2005, ഇതെല്ലാം കണ്ടോ കഴിഞ്ഞു പോയ കാലങ്ങളിലെ ഉപയോഗിക്കാവും. അന്ന് മുതൽ ഇപ്പൊ 2005 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം, കഴിഞ്ഞു പോയ വർഷമാണ്, ശരിയല്ലേ? സെപ്റ്റംബർ, അതുപോലെ എന്താ പറയാ ജാനുവരി 8. അപ്പൊ ഇതെല്ലാം പോയിന്റ് ഓഫ് ടൈം ആണ്. നമുക്ക് 8 മണി മുതൽ, ഇന്നലെ അവസാന ദിവസം മുതൽ, 2005 മുതൽ, സെപ്റ്റംബർ മാസം മുതൽ, ജനുവരി 8 മുതൽ. അപ്പം പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് എന്താ പറയുന്നത്, സിൻസ്. പോയിന്റ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. 1978 മുതൽ 2005 ഉദാഹരണമാണ്, ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുക. പക്ഷെ പീരീഡ് ഓഫ് ടൈം ആണ് കേട്ടോ. പീരീഡ് ഓഫ് ടൈം, പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഒരു കാലയളവ്, ആ ഒരു അങ്ങനെ സൂചിപ്പിക്കാനാണ് ഫോർ. ഇവിടെ നോക്ക് 46 വർഷങ്ങളായി അല്ലെ. അപ്പം 5 days ആകാം, 2 hours ആകാം, അങ്ങനെ പീരീഡ് ഓഫ് ടൈം മനസ്സിലാവുന്നുണ്ടോ? 2 hours ആകാം, 2 months ആകാം, 4 years ആകാം. അങ്ങനെ പീരീഡ് ഓഫ് 5 ദിവസം എന്ന് പറഞ്ഞാൽ എന്താ, പീരീഡ് ഓഫ് ടൈമാ. 5 days പീരീഡ് ഓഫ് ടൈമാ. 2 hours 2 മണിക്കൂർ പീരീഡ് ഓഫ് ടൈമാ, പോയിന്റ് ഓഫ് ടൈം അല്ല. സോ അങ്ങനെ പീരീഡ് ഓഫ് ടൈമിലാണ് ഫോർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയില്ലെങ്കിൽ പറയാം, ഞാൻ കൃത്യമായി ഒന്നുകൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം 2 months എന്ന് പറഞ്ഞാൽ എന്താ, 2 മാസം, അത് കാലയളവ്, എന്താ പീരീഡ് ഓഫ് ടൈമാണ്. അപ്പം സിൻസും ഫോറും ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെ ഉപയോഗിക്കുന്നത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സിൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈമും, ഫോർ എന്ന് പറയുന്നത് എന്താ പറയാ പീരീഡ് ഓഫ് ടൈമാണ്. കാരണം ഈ 2 സെന്റൻസ് മാത്രം നോക്കിയാൽ, മിസ്റ്റർ മോഹൻലാൽ ഹാസ് ബീൻ ആക്ടിംഗ് ഇൻ മലയാളം ഫിലിം ഫോർ 46 years, 46 വർഷം എന്ന് പറയുന്നത് ആ പീരീഡ് ഓഫ് ടൈമാണ്. അതേസമയം രണ്ടാം സെന്റൻസ് നോക്ക്, 1978 മുതൽ മോഹൻലാൽ മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. മുതൽ 1978 മുതൽ. സോ അത് പോയിന്റ് ഓഫ് ടൈമുമാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എക്സാമ്പിൾസ് ഒരുപാടുണ്ട്, നമുക്ക് പറയാം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഇൻ കേരള സിൻസ് ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് ഹാസ് ബീൻ, കണ്ടോ, ഇറ്റ് ഹാസ് ബീൻ, ഇറ്റ് സിംഗുലർ ആയിട്ട് ഹാസ് ബീൻ ഉപയോഗിച്ചത്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഇൻ കേരള സിൻസ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി മുതൽ കേരളത്തിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം, ആ സെന്റൻസിന്റെ അർത്ഥം. അതുപോലെ പറയാം, ഐ ഹാവ് ബീൻ, ഐ പ്ലൂറൽ, അതുകൊണ്ട് ഹാവ് ബീൻ. ഞാൻ പറഞ്ഞു ഐ എങ്ങനെയുള്ളതാണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ ഫോർ 2 hours. ദാറ്റ് മീൻസ് ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ 2 മണിക്കൂറായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് 2 മണിക്കൂറായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ആ പഠിപ്പിക്കുന്ന പറയുന്ന ആക്ഷൻ, ടീച്ചിങ് എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങി. ആക്ഷൻ സ്റ്റാർട്ടഡ് ഏർലി ആൻഡ് കണ്ടിന്യൂയിങ് നൗ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്.